ജിൻഡപ്പനെ ജയിക്കാൻ സമ്മതിക്കില്ല, ജിൻഡോ ചേട്ടനെ ജയിക്കാൻ സമ്മതിക്കില്ല എന്ന് സിബിൻ പറയുന്നു. അതേപോലെ പോൾസിൽ ജിൻഡോന്റെ പറ്റിയിട്ടുള്ള പോൾ കുറയുന്നു. ഏഷ്യാനെറ്റ് മെയിൻ ചാനലിൽ സീക്വൻസ് കുറയുന്നു. പ്ലസിലോട്ട് മാറുന്നു സംഭവങ്ങളെല്ലാം. ഇങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ ഇൻ ദ സെൻസ് ലൈക്ക് യൂട്യൂബ് റിവ്യൂ ചെയ്യുന്നവർ, ബിഗ് ബോസ് റിവ്യൂ ചെയ്യുന്ന ചില മനസാക്ഷിയുള്ള മനുഷ്യന്മാർക്ക് ജിൻഡോന്റെ കാര്യങ്ങൾ കണ്ടാൽ കണ്ണടച്ചിരിക്കാൻ പറ്റില്ല ഗൈസ്. അതുകൊണ്ട് ഞാൻ ആ ഒരു വ്യക്തി ഇപ്പം ഞാൻ പറയാറുണ്ട്, എനിക്ക് ബിഗ് ബോസിൽ ആരോടും അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്നില്ല എന്നുള്ളത്. പക്ഷെ എനിക്ക് ജിൻഡോട് ഇഷ്ടമല്ല, ഒരു കൈൻഡ് ഓഫ് ഇങ്ങനെ മാറി മാറി വരുന്ന ആളിലെ തെറ്റുകൾ മാറി മാറി വരുന്ന ഒരു എനിക്ക് റെസ്പെക്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വാട്ട് എവർ ആളുടെ പേഴ്സണൽ ലൈഫോ എന്തോ ഏതോ എനിക്കറിയണ്ട, ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിലേക്കാണ് ആദ്യം നോക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആസ് എ ഗെയിമർ ഞാൻ ജിൻഡോനെ റെസ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇപ്പം അബ്യൂസീവ് വേർഡ്സ് പറയുന്നില്ല, തിരുത്തി വരുന്നുണ്ട്. ആൻഡ് നിങ്ങൾ ചിന്തിച്ചൊരു കാര്യമുണ്ട്, അവിടെ മുഖത്തടിച്ച മാതിരി ജിൻഡോട് സംസാരിച്ച 3 വ്യക്തികളാണ് നോറ ആൻഡ് റസ്മിൻ ആൻഡ് ജാസ്മിൻ. കാരണം എത്രയൊക്കെ ആണെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കിയ ഒരാളെ എനിക്ക് തന്നെ ഇഷ്ടമല്ല, അല്ലെങ്കിൽ പബ്ലിക്കിൽ എനിക്ക് ഇയാളെ ഇഷ്ടമല്ല, പിന്നെ സംസാരിക്കണമെന്നുള്ളൂ എന്നൊക്കെ കേൾക്കുമ്പോൾ മനസ്സിൽ നല്ലൊരു വിഷമം ഉണ്ടാവും. എന്നാലും അത് കടിച്ചു പിടിച്ച് കേട്ട് നിൽക്കുന്ന ഒരവസ്ഥ ജിൻഡോയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ ജാസ്മിൻ എന്തോരാണ് അയാളെ ചീത്ത പറഞ്ഞിരിക്കുന്നത്, എന്തോരം മോശമായ രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. ജിൻഡോ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇതിനു മുമ്പ് ഒരു ടോപ്പായുടെ ടിക്കറ്റ് ടു ഫിനാലയുടെ കോമ്പറ്റീഷൻ വന്നിട്ട് ജാസ്മിൻ കയറിയപ്പോൾ ജിൻഡോ പറഞ്ഞൊരു വാക്കുണ്ട്, അവൾ കയറി വരണം, അവൾ കയറി വരട്ടെ, എനിക്ക് ഇഷ്ടമാണ്, അവൾ കയറി വരട്ടെ എന്ന് പറഞ്ഞു. അതൊരു സീക്വൻസ്. രണ്ടാമത്തത് നോറയുടെ ഇഷ്യൂ. നോറ ഇന്നലെ പോയി വന്നു കഴിഞ്ഞിട്ടും ആസ് എ ഗെയിമർ ആണെങ്കിൽ ജിൻഡോയ്ക്ക് വേണമെങ്കിൽ പൊളിയാം. കാരണം ഒരു വ്യക്തി പോയപ്പോൾ ജിൻഡോയ്ക്ക് അത്രയും ഭാരം കുറഞ്ഞു. ആൻഡ് നോറയ്ക്ക് ജിൻഡോനെ ഇഷ്ടവുമല്ല, ഇവരമ്മ നല്ല ഫൈറ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി ഒരു പേഴ്സണൽ ഗ്രഡ്ജ് വയ്ക്കുന്ന വ്യക്തിയല്ല എന്ന് ഞാൻ പറയും. ഗെയിമിനെ ഗെയിമായിട്ട് എടുക്കുകയും കോമ്പറ്റീറ്റേഴ്സിനെ കോമ്പറ്റീറ്റേഴ്സായിട്ട് എടുക്കുന്ന വ്യക്തിയും കൂടെ നിൽക്കുന്ന ഒപ്പോണന്റ് ആരാണെങ്കിലും അത് ഹെൽത്തി ആയിട്ട് തന്നെ പോകണം, അവനും കയറി വരണം. അതേപോലെ ടൈറ്റ് കോമ്പറ്റീഷനിലൂടെ നന്നായിട്ട് ജയിച്ച് മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. കാരണം ജാസ്മിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യാൻ മോട്ടിവേറ്റ് ചെയ്യും. ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട് അവൾ കയറി വരട്ടെ. കാരണം അങ്ങനെ ഒരു ഇത്രയും പറഞ്ഞ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ടാണ് ജിൻഡോ ഡയലോഗ് പറയുന്നത്, അവൾ കയറി വരട്ടെ, അവൾ കയറി വരണത് എനിക്ക് ഇഷ്ടമാണെന്ന്. അതേപോലെ ഇന്നലെ രാത്രി നോറയ്ക്ക് ഒരുപാട് സപ്പോർട്ട് കൊടുത്തു, ഒരുപാട് മോട്ടിവേഷൻ കൊടുത്തു. അപ്പം അങ്ങനെ വരുമ്പോൾ ജിൻഡോന്റെ ഫാൻസിനോടാണ് എൻ്റെ ചോദ്യം. ജിൻഡോ ഇപ്പോൾ ജാസ്മിനോടും കയറി വാന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്, നോറോടും കയറി വാന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ജിൻഡോന്റെ ഫാൻസ് ഇനി ഇവർ രണ്ടുപേരോടും ഒരു ഇഷ്ടം കൂടി വരുമോ, അല്ലെങ്കിൽ ഇവരെയും കൂടി സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നിൽക്കുമോ എന്നുള്ളത് എൻ്റെ ഒരു ചോദ്യമാണ്. ആൻഡ് മെയിനായിട്ട് എനിക്ക് ഹൈലൈറ്റ് പറയാനുള്ളത് ആ മനുഷ്യനിലുള്ള ഒരു ഹ്യൂമാനിറ്റി അല്ലെങ്കിൽ ഒരു ആറ്റിറ്റ്യൂഡാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് അല്ലെങ്കിൽ പോയെന്നാ അല്ലെങ്കിൽ കയറി വന്നപ്പോൾ ദേഷ്യപ്പെട്ട് മിണ്ടാണ്ടിരിക്കുക ഒന്നും ചെയ്യാതെ, അല്ലെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ ഗെയിം കളിച്ചെന്ന് എനിക്ക് പണിയാവുന്നുള്ള പേടിയും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് കിട്ടുന്നില്ല ഒരു വൈബോട് കൂടിയിട്ട് ക്യാമറമാനെ ചുമ ഒന്നും കഴിച്ച് ഓർത്തില്ല വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. സാരില്ല, മഴക്കാലമല്ലേ, ചുമക്കില്ലെങ്കിൽ എന്ത് മഴക്കാലം. അപ്പം അങ്ങനെ നോറയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടപ്പോൾ എനിക്ക് തോന്നി നല്ലൊരു വ്യക്തിത്വമുള്ള മനുഷ്യനാണല്ലോ. കാരണം ഇത്രയും ഇത് പറഞ്ഞ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നു, നോറയെ സപ്പോർട്ട് ചെയ്യുന്നു, അത് വലിയൊരു കാര്യമല്ലേ ഗൈസ്. കമന്റ്.